പിണറായിയുടെ അതിദാരിദ്ര്യ വിമുക്തരുള്ള കേരളത്തിൽ സ്കൂളുകളുടെ പറ്റെഴുതി ബുക്ക് തീർന്ന് കടക്കാരും ഇന്നും കൂടി കടം നാളെ രൊക്കമെന്ന് കാലുപിടിച്ച് പ്രഥമാധ്യാപകരും. അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന പിണറായി ഊറ്റം പറഞ്ഞിട്ട് കസേരയിൽ ഇരുന്നില്ല. അതിനു മുമ്പ് സ്കൂളുകളിൽ നിന്ന് കുട്ടികളുടെ വിശന്നുള്ള നിലവിളി ഉയർന്നു കഴിഞ്ഞു. സ്കൂളിനടുത്തുള്ള പലചരക്കു കടയിലും പച്ചക്കറി കടയിലും കടം പറഞ്ഞ് നാണം കെടുന്ന അവസ്ഥയിലാണ് പ്രൈമറി സ്കൂൾ പ്രഥമാധ്യാപകർ. 3 മാസമായി കുടിശ്ശികയാണ് ഉച്ചഭക്ഷണ തുക. പലരും മാനം രക്ഷിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം നൽകുകയാണ്. ഓഗസ്റ്റിൽ പുതിയ മെനു പ്രഖ്യാപിച്ച ശേഷം സ്കൂളുകൾക്ക് ഉച്ചഭക്ഷണ തുക നൽകിയിട്ടേയില്ല. LP-യിൽ ഒരു കുട്ടിക്ക് 6.78 രൂപയും UP-യിൽ 10 രൂപയ്ക്ക് മുകളിലുമാണ് ഫണ്ട് അനുവദിക്കുന്നത്. ഇതിൽ 60 അനുപാതം 40 എന്ന ക്രമത്തിലാണ് കേന്ദ്ര സംസ്ഥാന വിഹിതം. ഇതനുസരിച്ച് 30 ദിവസത്തെ മെനു വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരുന്നു. പച്ചക്കറി, ബിരിയാണി, തക്കാളി ചോറ്, നാരങ്ങ ചോറ്, വെജ് ഫ്രൈഡ് റൈസ് തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് വിഭവ പട്ടിക. എന്നാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ തുക കുടിശ്ശികയാണ്. കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വരാത്തതാണ് കാരണമെന്നാണ് സർക്കാർ പറയുന്നത്. സംസ്ഥാന സർക്കാർ പോഷകാഹാര ഫണ്ട് ഇനത്തിൽ ഒരു കുട്ടിക്ക് ആഴ്ചയിൽ 20 രൂപ നൽകാറുണ്ട്. മാസത്തിൽ 8 തവണ പാലും 4 തവണ മുട്ടയും ഇതുപയോഗിച്ച് നൽകണം. ഈ ഫണ്ടും 2 മാസമായി കിട്ടിയിട്ടില്ല. പല സ്കൂളുകളും പാല് വാങ്ങുന്നത് മിൽമയിൽ നിന്നായതിനാൽ അവരുമായുള്ള ധാരണ പ്രകാരം സർക്കാരിൽ നിന്ന് പണം കിട്ടിയിട്ട് കടം വീട്ടിയാൽ മതി. എന്നാൽ പാചകവാതകത്തിനും മുട്ടയ്ക്കുമെല്ലാം ഉടൻ തന്നെ പണം നൽകണം. 600-700 കുട്ടികളുള്ള ഒരു സ്കൂളിന് ഒരു മാസം 1 ലക്ഷം രൂപയെങ്കിലും പാചക ചെലവ് വരും. ഇതിനു വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന പച്ചക്കറി, പലചരക്കു കടകളിലാണ് അധ്യാപകർ കടം പറഞ്ഞ് മാനം കെടുന്നത്.